മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു തആല ഇങ്ങനെ പറയുമ്പോ ലബ്ബൈക് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിട്ട് അവിടെ നദാ സുജൂദ് ചെയ്യുകയാണ്. സുജൂദ് ചെയ്തപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയാണ് ഇർഫഅ റഅസക യാ മൂസാ, മൂസാ നബിയെ നിങ്ങൾ തലയങ്ങ് ഉയർത്തൂ. മൂസാ നബി അലൈഹിസ്സലാം തലയങ്ങ് പൊക്കിയപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയാണ് നിങ്ങൾക്ക് അർശിന്റെ തണൽ ലഭിക്കണമെന്നുണ്ടോ? മൂസാ നബിയെ നിങ്ങൾക്ക് അർശിന്റെ തണൽ ലഭിക്കണമെന്നുണ്ടോ? ഒരു തണലും ലഭിക്കാത്ത ഖിയാമത്ത് നാളിൽ അർശിന്റെ തണൽ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടോ? ഫകുൻ ലിൽ യതീമി കൽ അബിർ റഹീം. നിങ്ങളുടെ നാട്ടിൽ ഒരു യതീം കുട്ടി ഉണ്ടായാൽ ആ യതീം കുട്ടിക്ക് കാരുണ്യം കാണിക്കുന്ന ഒരു ബാപ്പാന്റെ സ്ഥാനത്ത് നിങ്ങൾ നിൽക്കണേ. കുടുംബത്തിൽ ചിലപ്പോ അതേ ജ്യേഷ്ഠൻ മരിച്ചിരിക്കും, അനുജൻ മരിച്ചിരിക്കും. ആ ജ്യേഷ്ഠന്റെ പ്രായമെത്താത്ത മക്കള് അനാഥ മക്കളല്ലേ സുഹൃത്തുക്കളെ. നിങ്ങളുടെ സ്വന്തം കുട്ടികളെ കാര്യം ശ്രദ്ധിക്കുന്നതോടൊപ്പം എല്ലാം ചിലപ്പോൾ ചെയ്യാൻ കഴിയണമെന്നില്ല. എന്നാലും കഴിവിന്റെ പരമാവധി ജ്യേഷ്ഠന്റെ അനാഥരായ മക്കളെയോ അനുജന്റെ അനാഥരായ മക്കളെയോ പെങ്ങളുടെ യതീം മക്കളെയോ അവർക്കൊരു കാരുണ്യം ചെയ്യുന്ന ബാപ്പാന്റെ സ്ഥാനത്ത് ആങ്ങളമാർക്ക് നിന്നുകൂടെ? അങ്ങനെ ഒരു കാരുണ്യത്തിന്റെ മനസ്സുണ്ടായാൽ അതേ ഖിയാമത്ത് നാളിൽ അർശിന്റെ തണൽ ലഭിക്കാൻ അതൊരു കാരണമാണ്. എന്നിട്ട് രണ്ടാമതായിട്ട് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയാണ് വകുല്ലിൽ അർമിലതി കസ്സൗജിൽ അതൂഫ്. ഓ മൂസാ നബിയെ, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഭർത്താവ് അങ്ങ് മരിച്ചുപോയാൽ ആ പെണ്ണിന് വിധവ എന്നാ പറയാ. ആ വിധവയായ സ്ത്രീക്ക് കാരുണ്യം കാണിക്കുന്ന ഭർത്താവിന്റെ സ്ഥാനത്ത് നിങ്ങൾ നിന്നിട്ട് അവർക്ക് കാരുണ്യം ചെയ്യണേ. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയാണ് ഇർഹം തുർഹം. നിങ്ങൾ എപ്പോഴും നല്ല കാരുണ്യം കാണിക്കുന്നവരാകണം. എന്നാൽ പടച്ചറപ്പിന്റെ കാരുണ്യം നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കും കേട്ടോ. ഓ ഈ പരിസരത്തുള്ള മാന്യമഹാജനങ്ങളോട് പറയണം